ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെഡ്പോളിയോ. കടുത്ത വേനൽ ഏതാണ്ട് അവസാനിക്കാറായി വരുന്നത് മഴക്കാലമാണ്. മഴക്കാലം എന്ന് പറഞ്ഞാൽ രോഗങ്ങളുടെ ഒരു കാലം കൂടിയാണ് അല്ലേ. പലപ്പോഴും മഴ ആശ്വാസമാണെങ്കിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് പലരിലും ഭീതി ജനിപ്പിക്കാറുണ്ട്. രോഗം വന്നിട്ട് ചികിത്സിച്ച് മാറ്റുന്നതിലും എത്രയോ നല്ലത് വരാതെ പ്രതിരോധിക്കുന്നത് തന്നെയാണ് അല്ലേ. അപ്പം മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും നമുക്കൊന്ന് നോക്കിയാലോ. മഴക്കാലത്ത് പ്രധാനമായിട്ടും പടർന്നു പിടിക്കുന്നത് ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, മലിനജലം, ഫുഡ്, മലിനമായിട്ടുള്ള ആഹാരത്തിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങളായിട്ടുള്ള ടൈഫോയിഡ്, കോളറ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ പോലെയുള്ള അസുഖങ്ങൾ. പിന്നെ ജന്തുജന്യമായിട്ടുള്ള രോഗങ്ങൾ, അതിൽ പ്രധാനമായിട്ടും കൊതുക് പടർത്തുന്ന മോസ്കിറ്റോ ബോൺ ഡിസീസ് ആയിട്ടുള്ള ഡെങ്കു, ചിക്കൻ ഗുനിയ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ. കൊതുക് മാത്രമല്ല, എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്, എലിമൂത്രം മലിനജലത്തിൽ കലർന്നിട്ട് നമ്മൾ മുറിവുകളിലൂടെയൊക്കെ ഈ ജലത്തിൽ ചവിട്ടുമ്പോൾ നമ്മുടെ മുറിവ് വഴി ശരീരത്തിൽ ബാക്ടീരിയാസ് എല്ലാം എത്തി അങ്ങനെ വരുന്ന എലിപ്പനി എന്ന് പറയുന്ന അസുഖം. പിന്നെ പ്രധാനമായിട്ടും വായുവിലൂടെ പടരുന്ന അസുഖങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫ്ലൂ, കൊറോണ, അതുപോലെ ടോൺസിലൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ. ഇത്തരം അസുഖങ്ങളാണ് മഴക്കാലത്ത് കൂടുതലായിട്ടും പടർന്നു പിടിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം മോസ്കിറ്റോ ബോൺ ഡിസീസ് അഥവാ കൊതുക് പടർത്തുന്ന ഡിസീസ് തന്നെയാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഡെങ്കിപ്പനി. ഒരു 5-6 ദിവസത്തിനുള്ളിൽ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെല്ലാം തന്നെ പ്രകടമാവുന്നുണ്ട്. കടുത്ത ശക്തമായിട്ടുള്ള ശരീരവേദന പോലെയുള്ള ലക്ഷണങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടും കാണിക്കുന്നത്. പിന്നെ ചിക്കൻ ഗുനിയ വന്നവരിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മുട്ടുവേദനയൊക്കെ കാണാറുണ്ട്. അതുപോലെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ഇത് പ്രധാനമായിട്ടും ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുട്ടികളെ അബോധാവസ്ഥയിലേക്ക് ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അപസ്മാരം പോലുള്ള കണ്ടീഷനിലേക്കൊക്കെ ഇത് എത്തിക്കാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ജലത്തിലൂടെ, മലിനമായിട്ടുള്ള ആഹാരത്തിലൂടെയൊക്കെ പടരുന്ന ഡിസീസസ് അല്ലെ. കോളറ എന്ന് പറയുമ്പോൾ അതിശക്തമായ വയറിളക്കമാണ്. ഇതുവഴി നമ്മുടെ ബോഡിയിലുള്ള ജലാംശമൊക്കെ കുറഞ്ഞ്, പിന്നെ സോഡിയം പൊട്ടാസ്യം ഒക്കെ കുറഞ്ഞ് ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് പോവാറുണ്ട്. അപ്പം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കുടിച്ച്, പിന്നെ ORS പോലുള്ള ORS ഒക്കെ എടുക്കുന്നത് നമുക്ക് കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ പിന്നെ ടൈഫോയിഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ചെറിയ പനിയായിരിക്കും തുടക്കത്തിലൊക്കെ ഉണ്ടാവുക. ഒരു 3-4 ആഴ്ചകൾ കഴിയുമ്പോഴത്തേക്കുമാണ് പനി ശക്തമായിട്ട് മാറുന്നത്. ചിലപ്പോൾ ഇതൊരു വയറിളക്കത്തോടു കൂടിയായിരിക്കും വരുന്നത്. ചിലരിൽ ഇത് കോൺസ്റ്റിപ്പേഷൻ അഥവാ വയറ് സ്തംഭിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ, ഇ ഒക്കെ ശക്തമായ പനിയും ശരീരവേദനയൊക്കെയാണ് ശക്തമായ പനിയും വയറിളക്കം പോലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഈ കണ്ടീഷനിൽ കാണിക്കുന്നത്. പിന്നെ നമുക്കറിയാം കൊറോണയുടെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത് വളരെ അറിയാം. ഇതൊക്കെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്നതാണ്. അപ്പം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെയാണ് അത്തരം ഡിസീസുകൾ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇവയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം അല്ലെ. മഴക്കാലം ഏതാണ്ട് എത്താറായി. അപ്പം നമ്മളെല്ലാവരും ജാഗരൂകരായിരിക്കണം. നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ കൊതുകുകൾ പടർത്തുന്ന ഡിസീസുകൾ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒഴിവാക്കുക, ക്ലീൻ ആൻഡ് നീറ്റാക്കി വെക്കുക. പിന്നെ ഇനി എന്നാലും കൊതുക് ശല്യം കൂടുതലുള്ള വീടുകളിലുള്ള ആളുകളാണെങ്കിൽ ശരീരം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. പിന്നെ മോസ്കിറ്റോ റിപ്പലന്റ് ക്രീംസ് ഒരുപാട് അവൈലബിൾ ആണ്. ഒഡോമോസ് പോലുള്ള ക്രീമുകളെല്ലാം തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരം ക്രീമുകൾ ഉപയോഗിക്കാം. മോസ്കിറ്റോ നെറ്റ്, കൊതുക് വല ഉപയോഗിക്കാം. പിന്നെ വീടിന്റെ ജനലുകളൊക്കെ നെറ്റ് വെച്ച് മറയ്ക്കുന്നതൊക്കെ ഒരു പരിധിവരെ കൊതുകിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം അല്ലെ. കൊതുകിനെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. പിന്നെ ഈ ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, പിന്നെ മലിനമായിട്ടുള്ള ഫുഡ് വഴിയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശുദ്ധമായിട്ടുള്ള ജലം മാത്രം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പലപ്പോഴും പലരിലും കാണുന്ന ഒരു ശീലമാണ് തിളപ്പിച്ച വെള്ളത്തിൽ അത് ആറാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരവസ്ഥ. അത് പാടെ തെറ്റാണ്. അങ്ങനെ ചെയ്യാനേ പാടില്ല. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. അതുപോലെ കുക്ക് ചെയ്ത ഫുഡ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കുക്ക് ചെയ്ത ഫുഡ് എപ്പോഴും സേഫ് ആണ്. പക്ഷെ കുക്ക് ചെയ്ത് നമ്മൾ എപ്പോഴും അടച്ചു വെക്കുക, പ്രോപ്പറായിട്ട് അടച്ചു വെക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകളെല്ലാം വൃത്തിയായിട്ട് കഴുകുക. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്ന
ശീലം ഉണ്ടാക്കി വെക്കുക. പിന്നെ ഇത്തരം അസുഖങ്ങൾക്കെല്ലാം തന്നെ കുറേ അസുഖങ്ങൾക്കൊക്കെ വാക്സിൻസ് അവൈലബിൾ ആണ്. അതെല്ലാവരും എടുത്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമ്മൾ എടുക്കാത്തവരാണെങ്കിൽ വാക്സിൻ എടുക്കുക. പിന്നെ ഈ വായുവിലൂടെ പടരുന്ന രോഗങ്ങളെ തടയാൻ പ്രധാനമായിട്ടും സാമൂഹിക അകലം പാലിക്കുക, അതുപോലെ മാസ്ക് ധരിക്കുക. ഇതെല്ലാം നമുക്കിപ്പോൾ സുപരിചിതമാണല്ലോ അല്ലെ, കൊറോണ കാലത്ത് നമ്മളെല്ലാം ഇതെല്ലാം ചെയ്തതാണ്. അപ്പൊ ഇത്തരം മാർഗങ്ങളൊക്കെ എടുക്കുക. പിന്നെ എലിപ്പനി പോലെയുള്ള അസുഖങ്ങൾ തടയാൻ എലി പ്രധാനമായിട്ടും വരുന്നത് വേസ്റ്റ് ഉള്ള ഏരിയകളിലൊക്കെയാണ്. അപ്പൊ വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. പിന്നെ മലിനജലത്തിൽ ഇറങ്ങാതിരിക്കുക. ഇറങ്ങണമെന്നുള്ള അവസ്ഥയാണെങ്കിൽ പിന്നെ പ്രോപ്പറായിട്ട് ബൂട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കാലൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ അതിലോട്ട് ഇറങ്ങുക. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വ്യക്തി ശുചിത്വം അതുപോലെ തന്നെ പരിസര ശുചിത്വം ഒക്കെ പാലിച്ച് വളരെ ജാഗരൂകരായിട്ട് നമുക്ക് ഈ മഴക്കാലത്തെ വരവേൽക്കാം. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.